രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായ അടൽ സേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ, ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, രാജ്യത്തിന്റെ വ്യവസായ കുതിപ്പിന് ഒപ്പം യാത്രകളിലൊക്കെ നിർണായകമാകുന്ന വേഗം കൈവരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു പാലമല്ലേ? തീർച്ചയായും ഗോകുൽ, രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പ് രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്. മുംബൈയെയും നവി മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 22 കിലോമീറ്ററുള്ള ഈ കടൽപ്പാലം ഇത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കടൽപ്പാലമാണ്. ഈ 22 കിലോമീറ്ററിൽ 16.5 കിലോമീറ്ററോളം കടലിന് മുകളിലൂടെയാണ് ഈ പാലം കടന്നു പോകുന്നത്. ഒപ്പം തന്നെ 15 മീറ്റർ ഉയരത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം എന്നുള്ളത്. കപ്പൽ ഗതാഗതത്തെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ ഈ കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ കടന്നു പോകാൻ കഴിയുന്ന തരത്തിൽ ഉയരത്തിലാണ് ഈ പാലം ക്രമീകരിച്ചിരിക്കുന്നത്. 6 വരി പാതയാണ് ഈ പാലത്തിൽ ഉണ്ടാവുക. നിലവിൽ 2.5 മണിക്കൂറോളം എടുക്കുന്ന സമയം, സഞ്ചാര സമയം 20-25 മിനിറ്റ് മാത്രമായി ചുരുക്കാൻ ഈ പാലം നിലവിൽ വരുന്നതോടെ കഴിയും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ 17,840 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 2015 ഈ പാലത്തിന്റെ ഉദ്ഘാടനം തറക്കല്ലിടൽ നിർവഹിച്ചത്. തുടർന്ന് 2016 നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് നിർമ്മാണം അല്പകാലം മന്ദഗതിയിലായിരുന്നെങ്കിലും നിലവിൽ ഈ പാലത്തിന്റെ വലിപ്പം ഒപ്പം തന്നെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ അടക്കമുള്ളവ പരിശോധിക്കുമ്പോൾ അതിവേഗം തന്നെയാണ് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്. ഈ നിർമ്മാണ വൈദഗ്ധ്യത്തോടൊപ്പം തന്നെ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ, ക്യാമറകൾ അടക്കമുള്ള സംവിധാനങ്ങളും ഈ പാലത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഗോകുൽ, ശരി, ഏതായാലും രാജ്യത്തിന്റെ വികസന വേഗത്തിന് കുതിപ്പ് നൽകുന്നതാണ് ആ പാലം. ഒപ്പം നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ കൂടി അടയാളമാവുകയാണ് അടൽ സേതു. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.